ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഈ രണ്ട് പ്രയോഗങ്ങൾ എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏതൊരു മത്സര പരീക്ഷകൾക്കും വരാവുന്ന ഒരു ചോദ്യരൂപങ്ങളാണ് വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് എന്നത്. അത് നമുക്ക് എന്തിനാണ്, എവിടെയാണ് ഈ വുഡ് യു മൈൻഡ് ഉപയോഗിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഒരു ആളിനോട് ഒരു കാര്യം ചോദിക്കുന്നു, പെർമിഷൻ ചോദിക്കുന്നു. അങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോൾ ആ പെർമിഷൻ പൊളൈറ്റായി ചോദിക്കുന്നിടത്താണ്, പൊളൈറ്റ് ആവുന്നതിന് വേണ്ടിയാണ് വുഡ് യു മൈൻഡോ ഡു യു മൈൻഡോ ഉപയോഗിച്ച് ചോദിക്കുക. നമ്മൾ ഇതേ രീതിയിൽ തന്നെ വിൽ യു ഉപയോഗിച്ചും ചോദ്യം ചോദിക്കാറുണ്ട്. വിൽ യു നമുക്കെല്ലാം പരിചയമുള്ളതാണ്. പക്ഷെ വിൽ യു ഉപയോഗിക്കുന്നിടത്ത് പെർമിഷൻ ചോദിക്കുമ്പോൾ ഈ വുഡ് യു മൈൻഡോ ഡു യു മൈൻഡോ ഉപയോഗിച്ച് ചോദിക്കുന്നതിന് അത്രയും പൊളൈറ്റ് ആവുന്നില്ല. ഇത് ലെസ് പൊളൈറ്റ് ആണ്. ഇതാണെങ്കിലോ മോർ പൊളൈറ്റ് ആണ്, മോർ കോർട്ടിയസ് ആണ്. ഏത് ഉപയോഗിക്കുമ്പോൾ? വുഡ് യു മൈൻഡ് ഉപയോഗിക്കുമ്പോൾ, ഡു യു മൈൻഡ് ഉപയോഗിക്കുമ്പോൾ. ഇതാണ് ഇതിന്റെ വ്യത്യാസം. നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കുക. ഞാനിവിടെ രണ്ട് സെന്റൻസുകൾ എഴുതിയിട്ടുണ്ട്, രണ്ട് വെർബുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് ബ്രാക്കറ്റിൽ കിടപ്പുണ്ട്, ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്താണ് വുഡ് യു മൈൻഡും ഡു യു മൈൻഡും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത? നമ്മൾ വുഡ് യു മൈൻഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന വെർബ് പ്രസന്റ് ING രൂപം ചേർന്ന് വരണം. വെർബിന്റെ കൂടെ ING രൂപം ചേർന്ന് വരണം. അതിന് നമ്മൾ പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പൽ എന്നാണ്. പ്രസന്റ് പാർട്ടിസിപ്പൽ. നമ്മൾ വെർബുകൾക്ക് പാസ്റ്റ് പാർട്ടിസിപ്പൽ രൂപം പഠിച്ചിട്ടുണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പൽ ഏതിനോടൊപ്പം വരണം? വുഡ് യു മൈൻഡിനോടൊപ്പം വരണം, അല്ലെങ്കിൽ ഡു യു മൈൻഡിനോടൊപ്പം വരണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയെങ്കിൽ വുഡ് യു മൈൻഡ് ഡാഷ് ബൈ ഇറ്റ് ഫോർ മീ ടുഡേ, ഇതൊരു ചോദ്യരൂപമാണ്. ഇതിവിടെ വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് ഈ സെന്റൻസ് പറയുമ്പോൾ അത് കൂടുതൽ പൊളൈറ്റ് ആകുന്നു, അതൊരു പെർമിഷൻ ചോദിക്കുന്നതാണ്, അത് കൂടുതൽ കോർട്ടിയസ് ആകുന്നു. ഇവിടെ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബൈ എന്ന് പറയുന്ന വെർബിന്റെ ING രൂപം ഉപയോഗിക്കുക, ബൈയിങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ബൈയിങ്. ഡു യു മൈൻഡ്, ഡു യു മൈൻഡ് ഉപയോഗിച്ച് എഴുതുന്ന സമയത്തും വെർബിനോടൊപ്പം ING ചേർത്താൽ മതിയാകും. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഡു യു മൈൻഡ്, ഇവിടെ ഡാഷ് റൈറ്റ് ആ തന്നിരിക്കുന്നത്, അപ്പൊ എങ്ങനെ എഴുതണം? റൈറ്റിംഗ്. ഡു യു മൈൻഡ് റൈറ്റിംഗ്, ഡു യു മൈൻഡ് റൈറ്റിംഗ് ഇറ്റ് ഫോർ മീ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെയും ഡു യു മൈൻഡ് ഉപയോഗിച്ച് വെർബ് ING ചേർത്തപ്പോൾ ഈ സെന്റൻസ് എന്തായിട്ട് മാറി? കൂടുതൽ പൊളൈറ്റായി, കൂടുതൽ കോർട്ടിയസ് ആയി. ഇതാണ് വുഡ് യു മൈൻഡും ഡു യു മൈൻഡും ഉപയോഗിച്ച് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. വെർബ് ING ഉപയോഗിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? വിൽ യു മൈൻഡിന്റെ പ്രത്യേകതയും ഇവയുടെ തമ്മിലുള്ള പ്രത്യേകത മനസ്സിലായല്ലോ. വിൽ യു ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ലെസ് പൊളൈറ്റ് ആണ്. വുഡ് യു മൈൻഡും ഡു യു മൈൻഡും ഉപയോഗിച്ച് നമ്മൾ സെന്റൻസ് പറയുമ്പോൾ അത് മോർ പൊളൈറ്റ് ആകുന്നു, മോർ കോർട്ടിയസ് ആകുന്നു. ഇവിടുത്തെ പ്രത്യേകത വെർബ് ING വരണം. വുഡ് യു മൈൻഡ് ഈസ് ഫോളോഡ് ബൈ ING ഫോം ഓഫ് ദ വെർബ്. ഡു യു മൈൻഡും അതുപോലെ തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.